ബാർക്കോഴ ആരോപണം നിഷേധിച്ച് അസോസിയേഷൻ നേതാക്കൾ. കോഴയ്ക്ക് സർക്കാർ സമീപിക്കുകയോ പണം പിരിക്കാൻ ആരെങ്കിലും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞു. അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പണം നൽകിയെന്ന് പറയുന്ന ബാർ ഉടമയും ആരോപണം തള്ളി രംഗത്തെത്തി. സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അനിമോനെ കുറച്ചു ദിവസം മുന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. ആ മാനസികാവസ്ഥയിൽ അനിമോൻ എന്തെങ്കിലും വിളിച്ചു പറയുന്നതാണെന്നാണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നടത്താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും സുനിൽകുമാർ പറയുന്നു. LDF ഗവൺമെന്റ് കേരളത്തിൽ ബാർ ഓപ്പൺ ചെയ്തു തന്നു. അന്ന് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല. 820ഓളം ഹോട്ടലുകളായി ഈ 7 വർഷത്തിനകം. ഒരു ഹോട്ടലെങ്കിലും ലൈസൻസ് നേടാനായിട്ട് 1 രൂപ ആരെങ്കിലും വാങ്ങിയതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണൂലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മദ്യനയത്തിലെ ഇളവിനായി പണം നൽകിയെന്ന് അനുമോൻ പറഞ്ഞ ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോ ബാർ ഉടമയും അത് നിഷേധിച്ച് രംഗത്തെത്തി. സ്പൈസ് ഗ്രോ 2 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളത്, അങ്ങനെ പണം നൽകിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കൊടുത്തിട്ടില്ല. അറിയില്ല, നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല, നമുക്ക് അങ്ങനെ നിർദ്ദേശമൊന്നും വന്നിട്ടില്ലായിരുന്നു, കൊടുത്തിട്ടില്ല. ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇടുക്കിയിലെ? ഇല്ല, നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങളൊന്നും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല, നമ്മൾ കൊടുത്തിട്ടില്ല. സംഘടനയ്ക്കകത്തെ ചിലർ ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമെന്ന ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം തന്നെ വിശദീകരിക്കുമ്പോൾ പ്രതിപക്ഷ നീക്കത്തെ പ്രതിരോധിക്കാൻ സർക്കാരിന് കൂടുതൽ എളുപ്പമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.